ഇനി എന്റെ മദർ ടങ് മലയാളം, എന്റെ സ്റ്റേറ്റ് കേരള, എന്റെ ചീഫ് മിനിസ്റ്റർ EK നായർ, എന്റെ ബീഡി, എന്റെ നാദം ജണ്ടൽ, എന്റെ നടനം കഥകളി. നിനക്കെങ്ങനാടാ ഈ തമിഴ് ഇത്രയും പച്ചവെള്ളം പോലെ സംസാരിക്കാൻ അറിയുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ജീവിതത്തിൽ കേട്ടവരായിരിക്കും ഇവിടെ പലരും. ഒരാവേശത്തോടെ ചുണ്ടിലൊരു മാസ ചിരിയോടെ നമ്മൾ കൊടുക്കുന്ന ഒരൊറ്റ മറുപടി ഉണ്ട്, എത്തന്നെ വിജയ് പടം പാത്രക്ക്. അതിപ്പോ ഈ ജനറേഷനിലെ പിള്ളേരായാലും ഓൾഡ് ജനറേഷനിലെ ആൾക്കാരായാലും എപ്പോഴെങ്കിലും നിങ്ങൾ തമിഴ് സിനിമ മലയാളം ഡബ്ബ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? കാണുന്നവർ വളരെ വിരളമായിരിക്കും. കൈരളിയിലെ മനോഹരമായ തമിഴ് ഡബ്ബിംഗ് കണ്ട് ചിരിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. വാള് പോയി കത്തി വന്നു ഡും 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 ഡും, പോലീസ് പോയി IT വന്നു ഡും 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 ഡും. നല്ലൊരു വിഭാഗം സിനിമാ പ്രേക്ഷകരും മറ്റു ഭാഷാ സിനിമകളെ, പ്രത്യേകിച്ച് തമിഴ് സിനിമകളെ അതേ ഭാഷയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അത്രയ്ക്ക് കണക്ഷൻ തമിഴ് സിനിമകളോട് മലയാളികൾക്കുണ്ട്. പക്ഷെ തമിഴ് ഓഡിയൻസ് നമ്മളുടെ സിനിമകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സിനിമകളെ അവർ മുൻപ് എങ്ങനെയാണ് കണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാലത്ത് അവർക്ക് മോളിവുഡ് ഒരു അഡൽട്ട് ഇൻഡസ്ട്രി ആയിരുന്നു, ഒരു B ഗ്രേഡ് ഇൻഡസ്ട്രി ആയിരുന്നു. അവർക്കറിയാവുന്ന താരങ്ങൾ ഷക്കീലയും രേഷ്മയും ഒക്കെ ആയിരുന്നു. അവരുടെ ഈ പഴയകാല പെർസ്പെക്റ്റീവിനെ പറ്റി നിങ്ങൾക്കറിയാമോ? ആ പഴയ കാഴ്ചപ്പാട് എപ്പോഴാണ് മാറിയതെന്ന് നമുക്ക് നോക്കിയാലോ? Malayalam cinema, I think, has the best writing today. If I am envious of anyone, I would say it is the Malayalam writers and actors. Always. Let me tell you the dark period which happened in Kerala, where I used to predominantly keep shouting because I'm a great fan and I've trained in Malayalam cinema. It was dark. It was very dark. I said, you must be ashamed. What happened to my Malayalam cinema? ഒരു സൂപ്പർ സ്റ്റാർ സിനിമ വന്നാൽ എന്ത് റിവ്യൂ ആയാലും അത് ആഘോഷമാക്കി വിജയിപ്പിക്കുന്നതായിരുന്നു തമിഴ് ഓഡിയൻസിന്റെ ഒരു രീതി. അതിപ്പോ മാറിയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മലയാളം ഇൻഡസ്ട്രിയുടെ ആ ഒരു കറുത്ത കാലഘട്ടം, കറുപ്പിച്ച കാലഘട്ടം എങ്ങനെയൊക്കെയാണ് മാറിയതെന്ന് നമുക്ക് നോക്കിയാലോ? ഹലോ ഓൾ, ഹേസനയുടെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ജോലിക്കും പഠിത്തത്തിനുമായി കോയമ്പത്തൂരോ ചെന്നൈയിലൊക്കെ പോയി താമസിക്കുന്നവരായിരിക്കും. അവിടെയുള്ള ലോക്കൽ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ തമിഴ് സിനിമകളെ എങ്ങനെയാണ് കാണുന്നത്, തിരിച്ചവർ നമ്മുടെ മലയാള സിനിമകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വമ്പൻ കമ്പാരിസൺ ആണ്. മലയാള സിനിമ കാണുന്ന നമ്മളും തമിഴ് സിനിമ കാണുന്ന തമിഴ്നാട്ടിലെ ഓഡിയൻസും തമ്മിലുള്ള ആ പഴയതും പുതിയതുമായ ഒരു പെർസ്പെക്റ്റീവ്. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ പിന്നിൽ വലിയൊരു ഹിസ്റ്ററിയും കുറെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. നമുക്ക് കുറച്ച് പിന്നിലോട്ട് പോകാം. കൃത്യമായി പറഞ്ഞാൽ ഒരു 20-25 വർഷം പുറകോട്ട്. ഒരു കാലത്ത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ പോയിട്ട് ഞാനൊരു മലയാളിയാണ് എന്നോ അല്ലെങ്കിൽ മലയാള സിനിമകൾ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് ഒരു പ്രത്യേക വിചിത്രമായ പരിഹാസച്ചിരി വരുമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്ന് അവരുടെ മനസ്സിൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വെറും അഡൽട്ട് പടങ്ങൾ അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ആളൊഴിഞ്ഞോടുന്ന ബോംബുകൾ മാത്രമായിരുന്നു. വർഷങ്ങളോളം അവർ നമ്മളെ അളന്നത് ആ ഒരൊറ്റ മോശം കണ്ണാടിയിലൂടെയായിരുന്നു. മലയാള ഇൻഡസ്ട്രിയിൽ അത്തരം അഡൽട്ട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ മച്ചാന്മാരെ, അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ മാത്രം കുഴപ്പമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു പക്ക ഓഡിയൻസ് ഇഷ്യൂ തന്നെയായിരുന്നു. തമിഴ്നാട്ടിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രേക്ഷകർക്ക് അന്ന് എന്താണോ വേണ്ടിയിരുന്നത് അവർ അത് മാത്രം തിരഞ്ഞു പിടിച്ചു കണ്ടു. എന്നിട്ട് അതിന്റെ കുറ്റം മുഴുവൻ മലയാള സിനിമയുടെ തലയിൽ കെട്ടിവെച്ചു. നമുക്ക് കൃത്യമായ ഡാറ്റ വെച്ച് തന്നെ സംസാരിക്കാം. വർഷം 1990-2000 കാലഘട്ടം മലയാള സിനിമ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയം. ആ സമയത്താണ് കൃത്യമായി പറഞ്ഞാൽ 2000 മാർച്ച് 10 കിന്നാരത്തുമ്പികൾ എന്നൊരു ചെറിയ സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നത്. വെറും 12 ലക്ഷം രൂപയ്ക്കെടുത്ത ആ സിനിമ അന്ന് തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത് 4 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതോടെയാണ് മലയാളത്തിൽ ആ ഒരു ഷക്കീല തരംഗം ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. 2001-ലും 2002-ലും ഒക്കെ ഇറങ്ങിയ സിനിമകളിൽ വലിയൊരു ശതമാനം ഇത്തരം B ഗ്രേഡ് സിനിമകളായിരുന്നു. ഇതാണ് തമിഴ്നാട്ടിലേക്കും തെലുങ്കിലേക്കും ഡബ്ബ് ചെയ്ത് അവിടുത്തെ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി ഓടിയത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരുടെ മനസ്സിൽ മലയാളം എന്നാൽ ഇത്തരം സിനിമകൾ മാത്രമാണെന്ന ചിന്തയുണ്ടാക്കിയത്. അവർ ആ സിനിമകൾ മാത്രം കണ്ട് നമ്മളെ ജഡ്ജ് ചെയ്തു. പക്ഷെ ഇതേ B ഗ്രേഡ് സിനിമകൾ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന അതേ വർഷങ്ങളിൽ ഇവിടെ നമ്മൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ആ സമയത്താണ് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് ഹിറ്റുകൾ പിറന്നത്. അതെ, 2000-ലാണ് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ ലാലേട്ടന്റെ ഇൻഡസ്ട്രി ഹിറ്റ് നരസിംഹം വരുന്നത്. 2001-ൽ രാവണപ്രഭു വന്ന തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കി. 2002-ൽ ദിലീപിന്റെ മീശമാധവൻ, മമ്മൂക്കയുടെ ഡാനി, പൃഥ്വിരാജിന്റെ നന്ദനം തുടങ്ങി അത്യുഗ്രൻ സിനിമകൾ ഇവിടെ തരംഗം സൃഷ്ടിക്കുകയായിരുന്നു. അതായത് ഇത്തരം B ഗ്രേഡ് സിനിമകൾ ഇറങ്ങിയപ്പോൾ തന്നെ വളരെ മനോഹരമായ കിടിലൻ സിനിമകൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോളിവുഡ് പ്രൊജക്ട് ചെയ്യപ്പെട്ടത് B ഗ്രേഡ് ഇൻഡസ്ട്രി ആയിട്ടായിരുന്നു. അത്തരം
അത്തരം സിനിമകൾ സെലക്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. അവർ ആ സിനിമകൾ എൻജോയ് ചെയ്തു, നമ്മളെ പുച്ഛത്തോടെ കണ്ടു. ശരിക്കും ഇതിനും എത്രയോ മുന്നേ തന്നെ മലയാള ഇൻഡസ്ട്രിയിലെ കുറേയേറെ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽക്കേ മലയാള സിനിമയുടെ റേഞ്ചും ക്വാളിറ്റിയും വേറെ ലെവൽ തന്നെയായിരുന്നു. സത്യൻ മാഷ്, മധുസാർ, പ്രേം നസീർ, ജയൻ, സുകുമാരൻ തുടങ്ങി ഒട്ടനവധി പ്രതിഭകളുടെ മികച്ച സിനിമകൾ ഇവിടെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്യ സംസ്ഥാനങ്ങളിലെ ഓഡിയൻസ് ഇതൊന്നും കണ്ടില്ല. അവർക്ക് മലയാളത്തിലെ ക്ലാസിക് കഥകളോ ആക്ടിങ്ങോ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവർ കാശ് കൊടുത്തത് ആ അഡൽട്ട് കണ്ടന്റ് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. മാർക്കറ്റിൽ എന്തിനാണോ ഡിമാൻഡ് അത് കൂടുതൽ സപ്ലൈ ചെയ്യപ്പെട്ടു. തെറ്റ് പൂർണ്ണമായും ആ ഓഡിയൻസിന്റെ ഭാഗത്തായിരുന്നു. ഇനി ഇതിന്റെ മറുപുറം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ സമയത്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ നമ്മൾ മലയാളികൾ എന്താണ് ചെയ്തത്? നമ്മൾ സിനിമകളെ സിനിമകളായി മാത്രം കണ്ടു. അവിടെ ഭാഷയോ അതിർത്തികളോ നമ്മൾ നോക്കിയില്ല. 1999 അന്യ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ബി ഗ്രേഡ് പടങ്ങൾ ഓടുന്നതിന് മുൻപേ തന്നെ വിജയുടെ തുള്ളാത്ത മനവും തുള്ളും കേരളത്തിൽ നിന്ന് 100 ദിവസത്തിലകം തിയേറ്ററുകളിൽ ഓടിത്തിമിർത്തു. പിന്നീട് 2000 ഖുഷി, 2004 ഗില്ലി എന്നീ സിനിമകൾ ഇവിടെ ഉണ്ടാക്കിയോളം ചെറുതല്ല. 2004 തന്നെ അല്ലു അർജുന്റെ ആര്യ കേരളത്തിലെ സൂപ്പർ ഹിറ്റായി. തെലുങ്ക് ഭാഷ പോലും അറിയാത്ത നമ്മൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ മല്ലു അർജുൻ എന്ന് വിളിച്ച് നെഞ്ചിലേറ്റി. ആര്യ, ബണ്ണി, ഹാപ്പി, കൃഷ്ണ തുടങ്ങി എല്ലാ പടങ്ങളും നമ്മൾ ഹിറ്റാക്കി. അല്ലു അർജുന്റെ വോയിസ് നമ്മൾ കേട്ടത് സംവിധായകൻ ജിസ്ജോയുടെ ശബ്ദത്തിലൂടെ ആയിരുന്നു. പലരുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ സൂപ്പർ ഡബ്ബിംഗ്. വേറൊരു സൗണ്ടും അല്ലു അർജുന്റെ വായിൽ നിന്ന് വരുന്നത് ചിന്തിക്കാൻ പോലും ആവാത്ത രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയ ശബ്ദം. അല്ലു അർജുന്റെ അടുത്ത ശബ്ദമാവാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, അല്ലു അർജുന്റെ അടുത്ത ശബ്ദം നിങ്ങൾ എന്തിനാവാൻ? അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ വിക്രമിന്റെ അന്യൻ വന്ന് കേരളത്തിൽ തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. അതുപോലെ സൂര്യ, രജനീകാന്ത് തുടങ്ങി എല്ലാവരെയും അവരുടെ സ്വന്തം നാട്ടിലെ പോലെ തന്നെ വലിയ ഫാൻ ബേസ് കൊടുത്ത് നമ്മൾ സ്വീകരിച്ചു. നമ്മൾ ഒരിക്കലും ഈ അന്യഭാഷാ ചിത്രങ്ങളെ വില കുറച്ച് കണ്ടിട്ടില്ല. അവർ നമ്മളുടെ മോശം സിനിമകൾ മാത്രം തേടിപ്പോയപ്പോൾ നമ്മൾ അവരുടെ മികച്ച കൊമേഴ്ഷ്യൽ സിനിമകളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. നല്ല കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററുകളിൽ പോയി കണ്ട് അവരെ സൂപ്പർ സ്റ്റാറുകളാക്കി. അത്രയും മോശമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഇൻഡസ്ട്രിയെ അന്യ സംസ്ഥാനങ്ങളിലെ ഓഡിയൻസ് കണ്ടുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് തമിഴ്. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. വീട്ടിലെ പാരന്റ്സിനോട് ചോദിച്ച കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി അവർ പറഞ്ഞു തരും അവരുടെ കാലഘട്ടത്തിലെ കഥകൾ. പക്ഷെ കാലം ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. OTT പ്ലാറ്റ്ഫോമുകൾ സജീവമായതോടുകൂടി കാര്യങ്ങൾ ആകെ മറിഞ്ഞു. മലയാള സിനിമയുടെ യഥാർത്ഥ മുഖം ബാക്കിയുള്ളവരും കണ്ടു തുടങ്ങി. അന്ന് മലയാളം എന്നാൽ അഡൽട്ട് സിനിമകൾ എന്ന് പറഞ്ഞ് കളിയാക്കി അതേ വായ കൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കണ്ടന്റ് തരുന്നത് മലയാളത്തിൽ നിന്നാണ് എന്ന് അവർക്ക് വിളിച്ചു പറയേണ്ടി വന്നു. പ്രേമം, കുമ്പളങ്ങി നൈറ്റ്സ്, മിന്നൽ മുരളി, ലോക, വാഴ, പ്രേമലു, ദൃശ്യം, അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കോടികൾ വാരിയ മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകൾ വന്നപ്പോൾ അവരുടെ ചിന്താഗതി പൂർണ്ണമായും മാറി. ദൃശ്യമൊക്കെ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു പോയി. ஓடிடின்னு ஒன்று அது வந்த பிறகு அது என்ன ஆயிடுச்சுன்னா ஆடியன்ஸோட டேஸ்ட் வந்து பயங்கரமாக மாறுச்சு. அதுக்கு காரணம் வந்து பட்டுன்னு இந்த கேரளா இண்டஸ்ட்ரியில் எல்லாமே அவுட் அண்ட் அவுட் வித்தியாசமான கான்செப்ட். இது இப்படிலாம் சினிமா எடுக்கலாமா அப்படின்ற மாதிரி நம்ம திங்கே பண்ணாத ஒன்றெல்லாம் வந்து அப்படியே அரெஸ்ட் பண்ணுற மாதிரி ஒரு கண்டினியூ ஒரு 4-5 படம் பட்டுன்னு கேரளா மலையாள ஃபிலிம்ஸுக்கு பயங்கர மவுஸ் வந்தது. அந்த டைரக்டர் பண்ண ப்ரீவியஸ் ஃபிலிம்லாம் எடுத்து பார்க்க ஆரம்பித்தாங்க. திடீர்னு அந்த டைமில் பார்த்தீங்கன்னா அந்த டிராஃபிக் டிரைவிங் லைசன்ஸு அந்த மாதிரி படம், ஐயப்பன் கோவிஷங்கெல்லாம் அதான் பிகினிங்கில் வந்து பெரிய ஹிட் ஆச்சு. அது சரசரன்னு ஹிட் ஆச்சு. நான் வந்து அவங்களோட ஃபோன் பண்ணி பேசி அப்ரிஷியேட் பண்ணி நல்ல ஃப்ரெண்ட் ஆகிற அளவுக்கு മലയാള ഇൻഡസ്ട്രിയോட നമുക്ക് പഴക്കമാച്ച്. മലയാള സിനിമകൾ തേടിപ്പിടിച്ച് കാണാൻ തുടങ്ങിയ ഒട്ടനവധി ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. വേറെ സ്റ്റേറ്റിൽ പോയി വർക്കൊക്കെ ചെയ്യുമ്പോൾ ചില സംസാരങ്ങൾക്കിടയിൽ നമ്മളുടെ സിനിമകളെ അവർ പുകഴ്ത്തുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മളോട് കുറച്ച് സിനിമകൾ റെഫർ ചെയ്യാനൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞുകൊടുത്ത് അവർ കണ്ടിട്ട് അത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയെ പൊക്കി പറയുമ്പോൾ, നമ്മുടെ ഇൻഡസ്ട്രി ഡിഫറെന്റ് ആണെന്ന് പറയുമ്പോൾ ദാറ്റ് മൊമെന്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. Have you ever watched Malayalam films? No. Here in KGF is Malayalam, right? No, I'm not talking about Telugu and Tamil films. Okay. I'm talking about Malayalam films. You must. You must. अभी एक नई आई है जन गण मन गण. Yeah, with Prithvi Raj, na? Yes. Mohanlal is So I know, Malayalam. I met him. Huh? Mohanlal is Malayalam. Yes. Because most of the Mohanlal's movie, if he's Yes, Malayalam, yes. are the remakes of these cult movies. Yes. Priyadarshan. Bilkul. So they make more money in selling their movies to Bollywood, which is what I've understood. I don't know, maybe wrong. Their cinema is, आप सोच नहीं सकते कि क्या ideas हैं और क्या direction, the lighting. You'll be
surprise. ഇനി ബോക്സ് ഓഫീസിന്റെ കണക്കുകൾ നോക്കിയാൽ തന്നെ ഈ ഓഡിയൻസ് ഡിഫറൻസ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ശരിയാണ്, നമ്മുടേത് ഒരു കുഞ്ഞു ഇൻഡസ്ട്രിയാണ്. ഒരു കാലത്ത് 100 കോടിയൊക്കെ സ്വപ്നം കണ്ട് നടന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നു നമ്മുടേത്. മറ്റു ഇൻഡസ്ട്രികളൊക്കെ 100 കോടിയൊക്കെ സിമ്പിൾ ആയിട്ട് അടിക്കുമ്പോൾ നമ്മൾ മോഹിച്ചിട്ടുണ്ട്. ആക്സെപ്റ്റൻസിന്റെ ഒരു വലിയൊരു പ്രശ്നം ആ കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിരിക്കുന്നു. മലയാള സിനിമ തേടിപ്പിടിച്ച് കാണുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. मलयालम मूवीज तो यार बहुत फाड़ देती है. अब एक बार घुस जाओ ना, मतलब बहुत बहुत तगड़ा सिनेमा है. मैं तो इतना बातें करता हूँ ना, लोग कहते हैं भाई पैसे दे रहे हैं क्या तुझे? मैं कहा यार अच्छी बना, पैसे ना भी दें, इतनी अच्छी बनाने में क्या करूँ यार. ये पता है मुझे बहुत अच्छा लगता है, ये ऐसी कहानियां बनाते हैं जो कुछ भी नहीं है, वहीं पे चल रहा है सब कुछ, लेकिन इतनी मजा आता है. അതുപോലെ തന്നെയുള്ള ഒന്നാണ് മറ്റു ഭാഷാ സിനിമകൾ ഇവിടെ ഉണ്ടാക്കുന്ന വിജയം. ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു തമിഴ് സിനിമയുടെ കാര്യം തന്നെ എടുക്കാം. സിനിമയുടെ പേര് ബ്ലാസ്റ്റ്. തമിഴ്നാട്ടിൽ നിന്ന് ഈ പടം ഗ്രോസ് ചെയ്തത് ഏകദേശം 20 കോടി രൂപയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രം ആ പടം വാരിയത് 16 കോടിയാണ്. ജനസംഖ്യയും തിയേറ്ററുകളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ 20 കോടിയും കേരളത്തിൽ 16 കോടിയും തമ്മിലുള്ള ഈ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. പടം നല്ലതാണെങ്കിൽ നമ്മൾ ഭാഷയൊന്നും പ്രശ്നമാക്കാതെ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കും. തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മളുടെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ സ്വീകരിച്ച അതേ വേഗത്തിൽ അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ ഇനിയും കുറച്ച് സമയമെടുക്കും. എങ്കിലും OTTയുടെ വരവോടെ ഇൻഡസ്ട്രി വലിയ രീതിയിൽ വളരുകയാണ്. അന്ന് അവർക്ക് തെറ്റുപറ്റിയത് മലയാള സിനിമയുടെ ക്വാളിറ്റിയിലല്ല, മറിച്ച് ആ ക്വാളിറ്റി തിരിച്ചറിയാൻ കഴിയാത്ത അവരുടെ കാഴ്ചപ്പാടിലായിരുന്നു. കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് നമ്മൾ മലയാളികൾ പണ്ടേ അറിയാമായിരുന്നു. ഇപ്പതാ ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് നമ്മളെ പുച്ഛിച്ചവർ ഇന്ന് നമ്മുടെ മേക്കിംഗ് ക്വാളിറ്റി കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ന് മലയാള സിനിമ തലയുയർത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ സിനിമാ പ്രേമികൾ മുഴുവൻ നമ്മുടെ പുതിയ റിലീസുകൾക്കായി കാത്തിരിക്കുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഇത് പക്ക അഭിമാന നിമിഷമാണ്. Junior artists in our films are, they have to agree very low standard. Malayalam films le em chestna like asla. You look at any background actor around perfect asla. I choose chala siggyastara. ഓരോ തമിഴ് സിനിമ റിലീസ് ആവുമ്പോഴും കേരളത്തിൽ റിലീസ് ആവുന്നത് അത് ഡബ്ബ് പോലും ചെയ്യാതെയാണ്. കാരണം അത്രയ്ക്ക് ആക്സെപ്റ്റൻസ് ഉണ്ട് ആ ഒറിജിനലിന് ഇവിടെ. അന്ന് തലൈവർ പടം വന്നിരിക്ക്, തളപതി പടം വന്നിരിക്ക് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമ്പോൾ ആ സൂപ്പർ സ്റ്റാർ പടങ്ങൾ മിനിമം 200 കോടി കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ? സ്ക്രീനിൽ വരുന്നത് ഏത് വലിയ കൊമ്പനായാലും ശരി, പടം കൊള്ളില്ലെങ്കിൽ നമ്മൾ അവരെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ കൂവി വീട്ടിലേക്ക് വിടും. എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, എന്നാലും ഒരു മെജോറിറ്റിയെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് തമിഴ് പ്രേക്ഷകർക്കിടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ സൂപ്പർ സ്റ്റാർ എന്ന ഫാക്ടറാണ്. എന്തിന് ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ ആ സൂപ്പർ സ്റ്റാർ ഒരു ഇലക്ഷനിൽ നിന്നാൽ CM വരെ ആക്കുന്ന തരത്തിൽ ആരാധനയുള്ള ഒരു കൂട്ടമാണ് അവിടെ. അതിപ്പോ രജനി ആയാലും അജിത്ത് ആയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണോ? ഇവിടെ പടം നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറി കൊള്ളില്ലെങ്കിൽ ഏത് വലിയ സൂപ്പർ സ്റ്റാർ പടമാണെങ്കിലും പടം പൊട്ടിയിരിക്കും. ഒരു മാസം മുൻപ് ഇറങ്ങിയ പാട്രിയോട്ട് തന്നെ എടുത്തു നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. தமிழை பொறுத்த வரைக்கும் ஹீரோயிசத்துக்கு ரொம்ப ஜாஸ்தி முக்கியத்துவம் கொடுக்குற ஒரு இண்டஸ்ட்ரியா அப்படிதான் போயிட்டு இருக்கு. ஸோ கேரக்டர் ஆர்டிஸ்டுக்கு வேல்யூ வந்து மலையாளம், தெலுங்கு. கேரக்டர் ஆர்டிஸ்ட்டுக்கு வேல்யூ இருக்கிறது. நல்லா நடிக்கக்கூடிய கேரக்டர்ஸ் பண்ணக்கூடியவங்களுக்கு அங்கே தான் அதிக மரியாதை. കറുപ്പ് റിലീസായപ്പോൾ എന്തായി? പടം തമിഴ്നാട്ടിൽ വമ്പൻ ഹിറ്റായി. അവിടെ അവർ അതിനെ ആഘോഷിച്ച് വാരിക്കൂട്ടിയത് ഏകദേശം 300 കോടി രൂപയാണ്. പക്ഷെ ഇതേ പടം കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ആ കണ്ടന്റ് അത്ര വർക്കായില്ല. അതുകൊണ്ട് ഒരു ധൈര്യം കാണിക്കാതെ നമ്മൾ അതിനെ ഫ്ലോപ്പാക്കി. നമ്മളെ സംബന്ധിച്ച് സ്ക്രീനിൽ സൂര്യയുണ്ട് എന്നല്ല, പടം നല്ലതാണോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. കറുപ്പ് സിനിമ തീരെ വർക്കാകാതെ പോയൊരു സിനിമയായിരുന്നു എനിക്കും. നമ്മൾ മലയാളികളുടെ ഒരു രീതി നോക്കിക്കേ. നമ്മളെ സംബന്ധിച്ച് ഇവിടെ കണ്ടന്റ് മാത്രമാണ് ഒരേ ഒരു സൂപ്പർ സ്റ്റാർ. അതൊരു ക്ലാസിക് സിനിമയോ നല്ല വൈബ് തരുന്ന ഫീൽ ഗുഡ് സിനിമയോ കിടിലൻ ആക്ഷൻ സിനിമയോ ആയിക്കോട്ടെ, പടം നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ തലയിൽ വെച്ച് ആഘോഷിക്കും. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഓരോ ജേണറിനും പ്രത്യേകം ഫാൻ ബേസ് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ തമിഴ്നാട്ടിൽ അവർ ഇപ്പോഴും ഈ മാറ്റം പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. മെയ്യഴകനൊക്കെ റിലീസായപ്പോൾ അത് വ്യക്തമായതാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ സിനിമ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. ബെറ്റർ ദാൻ തമിഴ്നാടു. ഡയറക്ടർ തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. As I said, like when I went to Kerala, few of them, they were like teasing me. They said, we watched the full version, not your people. They said that. And in Andhra, it was a hit actually, more than Tamil Nadu. അപ്പൊ മച്ചാമാരെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അന്ന് തമിഴ് പ്രേക്ഷകർ നമ്മൾ മലയാള സിനിമയെ തെറ്റിദ്ധരിക്കാൻ കാരണമായത്, കളിയാക്കാൻ കാരണമായത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം മാത്രമാണോ? അതോ നമ്മൾ നല്ല സിനിമകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വൈകിയതാണോ? ഇപ്പോഴും മലയാള സിനിമകൾ പൂർണ്ണമായും ആക്സെപ്റ്റൻസ് കിട്ടിയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കുറവുകളായി മറ്റുള്ള ഇൻഡസ്ട്രികളോട് താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന പോരായ്മകളായി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഞെക്കിയേക്കണേ. വീണ്ടും മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് ഹേസന സൈനിങ് ഓഫ്.